എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വസൂരിക്ക് കാരണമായ രോഗകാരി. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. വേരിയോള വൈറസാണ് വസൂരിക്ക് കാരണമായ രോഗകാരി. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന പദ്ധതിയാണ് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി. വൃക്കകൾക്ക് വീക്കം സംഭവിക്കുകയും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പുറത്തുവരികയും ചെയ്യുന്ന രോഗാവസ്ഥ. വൃക്കകൾക്ക് വീക്കം സംഭവിക്കുകയും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പുറത്തുവരികയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. വൃക്കകൾക്ക് വീക്കം സംഭവിക്കുകയും മൂത്രത്തിലൂടെ പ്രോട്ടീൻ പുറത്തുവരികയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെടുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. രോഗബാധിതരായ എലികളിലൂടെ പടരുന്ന എലിപ്പനിക്ക് കാരണമാകുന്നത്. രോഗബാധിതരായ എലികളിലൂടെ പടരുന്ന എലിപ്പനിക്ക് കാരണമാകുന്നത് ബാക്ടീരിയ. ബാക്ടീരിയയാണ് രോഗബാധിതരായ എലികളിലൂടെ പടരുന്ന എലിപ്പനിക്ക് കാരണമാകുന്നത്. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിച്ച് ഒപ്റ്റിക് നാഡിക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ മൂലമുണ്ടാകുന്ന നേത്രരോഗം. കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിച്ച് ഒപ്റ്റിക് നാഡിക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിച്ച് ഒപ്റ്റിക് നാഡിക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ. പുരാതന വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിച്ച മന്ത്രാലയം. പുരാതന വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിച്ച മന്ത്രാലയമാണ് ആയുഷ് മന്ത്രാലയം. ആയുഷ് മന്ത്രാലയമാണ് പുരാതന വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിച്ച മന്ത്രാലയം. ശിവരാജയോഗി എന്നറിയപ്പെട്ടത്. ശിവരാജയോഗി എന്നറിയപ്പെട്ടത് തൈക്കാട്ട് അയ്യാഗുരു. തൈക്കാട്ട് അയ്യാഗുരുവാണ് ശിവരാജയോഗി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലായിട്ടാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. സിമൻ്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. സിമൻ്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ജിപ്സം. ജിപ്സമാണ് സിമൻ്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം.
ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. സീസിയമാണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തുവാണ് ട്രൈലെഡ് ടെട്രോക്സൈഡ് അഥവാ റെഡ് ലെഡ്. ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തമാണ് ടിൻ അമാൽഗം. ടിൻ അമാൽഗമാണ് കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം. ആഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹമാണ് ചെമ്പ്. ചെമ്പാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. റിട്ടി ലൂക്കോസ് ആണ് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര്? നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനാണ് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ജാതി നിർണയം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട്ട് അയ്യ. തൈക്കാട്ട് അയ്യാവാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസി വര്യൻ്റെ യഥാർത്ഥ നാമം. വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസി വര്യൻ്റെ യഥാർത്ഥ നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമം. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേര് എന്താണ്? സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരെന്താണ്? മുത്തുക്കുട്ടി. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേരാണ് മുത്തുക്കുട്ടി. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വചനമാണിത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വചനമാണിത്? വി ടി ഭട്ടതിരിപ്പാട്.
VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ് ആണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം എത്രയാണ്? 253 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 253 മീറ്ററാണ്. കോശത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജിയാണ് കോശത്തിനെക്കുറിച്ചുള്ള പഠനം. ക്യാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടിയാണ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡാണ് ക്യാരം ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രാസവസ്തുവാണ് സോഡിയം തയോസൈനേറ്റ്. സോഡിയം തയോസൈനേറ്റ് ആണ് സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അസാധാരണ സംയുക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജലമാണ് അസാധാരണ സംയുക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് പത്രപ്രവർത്തന മേഖലയിലാണ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങളാണ് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിലാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മഹാളി രോഗമാണ് മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോമാണ് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം. പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡാണ് ലാക്റ്റിക് ആസിഡാണ് പാല് തൈരാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ. ആരുടെ വാക്കുകളാണിത്? ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ. ആരുടെ വാക്കുകളാണിത്? ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാണ്. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ എന്നത്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളായിരുന്നു സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത്. കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളിയാണ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്.
മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങളില്ല. ആരുടെ വാക്കുകളാണിത്? മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങളില്ല. ആരുടെ വാക്കുകളാണിത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങൾ ഇല്ല എന്നത്. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യം. കാൽസ്യത്തിൻ്റെ ധാതുവാണ് ജിപ്സം. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്? ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. മീഥേനാണ് ചതുപ്പ് വാതകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ടോണോമെട്രിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. എപ്പോഴും മുന്നോട്ട്, എവർ ഓൺവേർഡ് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? എവർ ഓൺവേർഡ്, എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസ്. ഏഷ്യാഡ്. ഏഷ്യാഡ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എവർ ഓൺവേർഡ്, എപ്പോഴും മുന്നോട്ട് എന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. ഡയോപ്റ്ററാണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ്, EDTA. എഥിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ് ആണ് ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിൻ എന്ന ഹോർമോണാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹമാണ് കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം. 1114 കഥ എന്ന പുസ്തകം രചിച്ചത്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് 1114 കഥ എന്ന പുസ്തകം രചിച്ചത്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന് 8848.86 മീറ്റർ ഉയരമാണ്. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനമാണ്? ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനമാണ്? 89%. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ 89%. ഓസോൺ വാതകത്തിൻ്റെ നിറം. ഓസോൺ വാതകത്തിൻ്റെ നിറം ഇളം നീല. ഓസോൺ വാതകത്തിന് ഇളം നീല നിറമാണ്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായരാണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗം
സെറോഫ്താൽമിയ. സെറോഫ്താൽമിയ എന്ന രോഗമാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ വിളിക്കുന്ന പേര്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത്. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് ആരായിരുന്നു? സി കേശവൻ. സി കേശവനായിരുന്നു കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് ഭാരം 0 ആയിരിക്കും. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകനാര്? ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകനാണ് സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന രാസവസ്തുവാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ക്വാർക്കാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്ന പേര് വ്യാപകമർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത് വ്യാപകമർദ്ദം എന്നാണ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹമാണ് സോഡിയം. സോഡിയമാണ് മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം സിൽവർ നൈട്രേറ്റ് ലായനി. സിൽവർ നൈട്രേറ്റ് ലായനിയാണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം. സത്യജിത്ത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത്? സത്യജിത്ത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രമാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് സത്യജിത്ത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനിയാണ് ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 1850 ആരംഭിച്ച ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് ഏത് കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ്? ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് ഏത് കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു? നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്. 1994 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു
ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് നടന്നത്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ റാണി എന്നറിയപ്പെടുന്നത്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. കൽക്കി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. കൽക്കി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് R. കൃഷ്ണമൂർത്തി. R. കൃഷ്ണമൂർത്തിയാണ് കൽക്കി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷനെ നിയമിച്ച ഗവർണർ ജനറൽ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ഡൽഹൌസിയാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷനെ നിയമിച്ച ഗവർണർ ജനറൽ. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. വില്യം ബെൻഡിക് പ്രഭുവാണ് ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത് ആരായിരുന്നു? ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലി ആയിരുന്നു കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത്. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമാണ് ലോണാർ തടാകം. ലോണാർ തടാകമാണ് ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതമാണ് മൗന കീ. മൗന കീ എന്ന പർവ്വതമാണ് എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തുവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തുവിഭാഗം അറിയപ്പെടുന്ന പേര് ഫോണ. ഫോണ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തുവിഭാഗം അറിയപ്പെടുന്ന പേര്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഇന്ത്യ എഡ്യൂസാറ്റ് അഥവാ GSAT-3 വിക്ഷേപിച്ച തീയതി. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ഇന്ത്യ എഡ്യൂസാറ്റ് GSAT-3 വിക്ഷേപിച്ചത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലി. അസമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ശുക്രസംതരണം. ശുക്രസംതരണം എന്നാണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.